ഹലോ, വെൽക്കം ടു സ്പൈസ് ജെനിക്സ്. ഇത്തവണ ഓണത്തിന് നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പൈനാപ്പിൾ പ്രഥമൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഈ പൈനാപ്പിൾ പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വലിപ്പമുള്ള ഒരു നന്നായിട്ട് പഴുത്ത കൈതച്ചക്ക എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തിക്കളയാം. ഒരു കട്ടിംഗ് ബോർഡും ഒരു നൈഫും ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ല ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ തൊലി ചെത്തിയെടുത്ത് കളയാൻ പറ്റും കേട്ടോ. പിന്നെ ഇതേപോലെ ഈ ബ്ലാക്ക് മുള്ള് പോലെയുള്ള പോർഷൻ ഇല്ലേ, അതൊന്നും കാണാൻ പാടില്ല. അതെല്ലാം നന്നായിട്ട് ചെത്തിയെടുത്ത് കളയണേ. ഇതേപോലെ ബ്ലാക്ക് പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെത്തിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ നടുവിലുള്ള ഭാഗമില്ലേ, അത് ഞങ്ങൾ കൂഞ്ഞെന്നാണ് പറയുന്നത്. നിങ്ങളെന്താ പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയണം, അതിൻ്റെ ആവശ്യമില്ല. അപ്പം ബാക്കി പൈനാപ്പിളെല്ലാം ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് കട്ട് ചെയ്ത പൈനാപ്പിൾ പീസസ് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രഷർ കുക്കറിലിട്ടിട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 4 വിസിലാവുന്നത് വരെ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താണ്. പൈനാപ്പിളിന് കുറച്ച് വേവുള്ളതാണ് കേട്ടോ. നമ്മളല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയായിട്ട് കിടക്കും. ഇങ്ങനെ കുക്കറിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചൗവരി ഇട്ട് കൊടുക്കാം. ഈ ചൗവരിയിലേക്ക് ഒരു 4-5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അതൊന്ന് കുതിർന്ന് വരാനായിട്ട്. ഇത് കുതിർന്നതിന് ശേഷം നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു ചൗവരി ഒരു ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുത്തിട്ട് അത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് ശർക്കരപ്പാനിയാണ്. ഞാനിപ്പോൾ 1/2 കിലോ ശർക്കര 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി അരിച്ചു വെച്ചതാണ്. ഇത്രയും ശർക്കര നമുക്ക് ആവശ്യമില്ല, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കിലോ ഉരുക്കി വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടുന്നത് 1/4 കപ്പ് തേങ്ങയുടെ 1-ാം പാലും 4 കപ്പ് 2-ാം പാലുമാണ്. ഞാൻ 3-ാം പാൽ എടുത്തിട്ടില്ല, 1-ാം പാലും 2-ാം പാലും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് പായസം റെഡിയാക്കാൻ തുടങ്ങാം. നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച പൈനാപ്പിൾ പീസസ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഈ നെയ്യും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. നന്നായിട്ട് വരട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഈ നെയ്യിലിട്ട് ഈ പൈനാപ്പിൾ പീസസ് ഒന്ന് വരട്ടിയെടുക്കാം. അപ്പം നെയ്യുടെ കുറച്ച് ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ പൈനാപ്പിളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഈ പായസത്തിലേക്ക് മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ആദ്യം ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി വറുത്തിടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 4 ടേബിൾ സ്പൂൺ നെയ്യ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കരപ്പാനി മുഴുവനായിട്ട് ഞാൻ ഒഴിക്കുന്നില്ല, ഒരു പകുതി മാത്രമേ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരണ്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വരട്ടിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയും നെയ്യും പൈനാപ്പിൾ പീസസും എല്ലാം കൂടി നന്നായിട്ട് തിക്കായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ശർക്കരപ്പാനിയും എല്ലാം കൂടി വരണ്ട് വന്നതിലേക്ക് നമുക്കിനി നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അത് 4 കപ്പ് 2-ാം പാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഞാൻ ഈ പായസത്തിലേക്ക് മൊത്തത്തിൽ 2 നാളികേരമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 4 കപ്പ് 2 നാളികേരം ചിരകി എടുത്തപ്പോൾ ഒരു 4 കപ്പ് തേങ്ങാപ്പീര എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് തിക്കാവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് ഒന്ന് ചെറുതായിട്ട് തിക്കായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചൗവരി ചേർത്ത് കൊടുക്കാം. ചവരിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകട്ടെ. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് എല്ലാത്തിനും ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് നമുക്കായി കിട്ടും.
അപ്പം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 മിനിറ്റ് ആയപ്പോഴേക്കും ഇതേപോലെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ആ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കണ്ടില്ലേ, നേരത്തെ ഒരു വൈറ്റ് ഷെയ്ഡായിരുന്നു. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ 1 കപ്പ് പശുവിൻ പാൽ തിളപ്പിച്ച് തണുത്ത പശുവിൻ പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഡയറക്റ്റായിട്ട് തണുത്ത പാലോ അല്ലാതെ ചൂട് പാലോ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ തിളപ്പിച്ച് തണുത്ത പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ പശുവിൻ പാൽ ചേർക്കുമ്പോൾ നമ്മുടെ പായസത്തിന് കുറേ കൂടെ ടേസ്റ്റും ഒരു ക്രീമി ടെക്സ്ചറും കിട്ടും കേട്ടോ. ഇപ്പോൾ പശുവിൻ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോഴുണ്ടല്ലോ നല്ല കൈതച്ചക്കയുടെയും നെയ്യുടെയും ചുക്കുപൊടിയുടെയും ഏലക്കാപ്പൊടിയുടെയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു മണമാണ് കേട്ടോ. നല്ല കൊതിപ്പിക്കുന്ന ഒരു മണമാണ് ഇവിടെ ഇപ്പം. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. പിന്നെ ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു പരുവാകുമ്പോൾ വേണം നമ്മൾ തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് ഇരുന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടി തിക്കാവും. അതുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ 1-ാം പാൽ ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. 1-ാം പാൽ ചേർക്കുന്നതിന് മുമ്പ് ഈ ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തേങ്ങയുടെ 1-ാം പാൽ ചേർത്തതിന് ശേഷം ഇതൊരിക്കലും തിളപ്പിക്കാൻ പാടില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അപ്പോൾ 1-ാം പാലൊക്കെ ചേർത്ത് നമുക്കിതൊന്ന് ചൂടായി കണ്ടില്ലേ, ആ ഒരു ആവിയൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി വറുത്തതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പായസം റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ആ ഒരു തേങ്ങാപ്പാൽ നമ്മളൊന്ന് മിക്സിയിൽ അരിച്ചെടുക്കുന്ന പാടേ ഉള്ളൂ. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കോക്കനട്ട് മിൽക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന പാലായിരിക്കും എപ്പോഴും പ്രഥമന് നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.